ഓർഡർ. ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മീനാക്ഷി 38 വയസ്സ് എന്ന നിങ്ങൾ, പെൺമക്കളായ മിനി 14 വയസ്സ്, ചിന്നു 10 വയസ്സ് എന്നിവർക്ക് പട്ടി തിന്നതിന്റെ ബാക്കി ചോറിൽ വിഷം കലർത്തി വാരിക്കൊടുക്കുകയും ബാക്കി കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളതുമാകുന്നു. മക്കൾ 2 പേരും മരിച്ച് താങ്കൾ രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ കുറ്റം താങ്കൾ നിഷേധിക്കുന്നുണ്ടോ? ലോകത്തില് ഒരമ്മയ്ക്കും എന്റെ ഗതികേട് വരുത്തരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുട്ടികളുടെ ചെറുപ്പത്തിലെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി ഞാൻ വലിയ വലിയ വീടുകളിൽ പാത്രം കഴുകി അവരുടെ എച്ചില് കൊടുത്താണ് എന്റെ പെൺമക്കളെ വളർത്തിയത്. ഒരു നല്ല ഉടുപ്പ്, തലയിൽ തീക്ക്, ഇത്തിരി വെളിച്ചെണ്ണ, ഇതൊക്കെ അവർക്ക് ആരും കൊടുക്കും? പിറന്ന കുഞ്ഞിനേക്ക് അടുത്തോണ്ട് പോയി പീഡിപ്പിച്ച് കടൽ വലിച്ചെറിയുന്ന കാട്ടുമൃഗങ്ങളല്ലേ നാട്ടിൽ. എന്റെ മക്കളെ സുരക്ഷിതമായി എങ്ങനെ വളർത്താം? ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ചിന്നുമോള് അയ്യോ ചിന്നോളെ കറിയില്ലേടാ, പണി കഴിഞ്ഞ അമ്മ വരും. അമ്മ വരുമ്പോ നിറയെ ചോറും കറിയും കൊണ്ടുവരുമല്ലോ. നാണ്യമ്മയുടെ അടുക്കളയ്ക്ക് കട്ട് തിന്നു. വേണ്ട മോളെ, അവരൊരു ചീത്ത സ്ത്രീയാ. അവർ നമ്മുടെ പാവ അമ്മയെ വെറുതെ വഴക്കു പറയും. മീനാക്ഷി, അറുവാണിച്ചി ഇറങ്ങി വാടിക്കോട്ടെ. ചെന്നട്ടെന്നാണീ പോലെ പെൺപിള്ളാരെ പെറ്റുകൂട്ടിയെ പറ തിന്നാൻ കൊടുത്തു വളർത്തണോടി. നിന്റെ മന്ദബുദ്ധി ഇല്ലേ? എന്റെ അടുക്കളക്കാരി കാട്ടു തിന്നടി. തിന്നാൻ കൊടുക്കാന്ന് വർത്തിയില്ലെങ്കിലേ വിഷം കൊടുത്ത് കൊല്ലടിയാ പണ്ടാറുകളെ. ഓർത്തോ, ഇനി മേല എന്റെ അടുക്കളയിൽ തന്നെ കറി കട്ട് തിന്ന പാച്ചിക്ക് തൊട്ട് കാത്തിക്ക്. മോളെ മിനി, നീ എന്താ ഇത്രയും വൈകിയേ? എന്താണ്ടായേ? സ്കൂൾ വിട്ട് വരുന്ന വഴി എന്തുണ്ടായേ? സ്കൂൾ വിട്ട് വരുന്ന വഴി കുറച്ചു പേര് അമ്മ അവരുടെ ഈശ്വര, എന്തായി കേക്കണേ? എന്റെ കുട്ടീനെ എന്താ ചെയ്യുന്നേ ഈശ്വര? അമ്മ അമ്മ തിന്നൊന്ന് വെക്കുന്നുണ്ട്. അമ്മ തിന്നൊന്ന് വെക്കുന്നുണ്ട്. മക്കളെ, അമ്മ ചോറ് വാരിത്തരാം. നെയ്യ് ഉപ്പും കൂട്ടി കുഴച്ച് ചോറ് അമ്മ വാരിത്തരാം. തല കറങ്ങണം അമ്മേ. ഞാൻ കൊന്നു, ഞാൻ എന്റെ മക്കളെ കൊന്നു. പാവങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലാത്ത ഈ ലോകത്ത് നിന്ന് ഞാൻ എന്റെ മക്കളെ പറഞ്ഞയച്ചു. നമ്മുടെ പെൺമക്കൾക്ക് ഇതല്ലാതെ എന്താണ് ഒരു രക്ഷ? ഞാൻ കൊന്നു, ഞാൻ എന്റെ പൊന്നു മക്കളെ കൊന്നു. എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തെത്താൻ കോടതി
ഒരു വിധി ഉണ്ടാക്കി തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. താങ്ക് യു.